കോട്ടയം നഗരത്തിൽ നിന്നും 8 കിലോമീറ്റർ അകലെ തിരുവാർപ്പിൽ മീനച്ചിലാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് ഇന്ത്യയിൽ ഏറ്റവും ആദ്യം നട തുറക്കുന്ന ക്ഷേത്രം. 1500 വർഷങ്ങളോളം പഴക്കമുള്ള ക്ഷേത്രമാണിത്. ഇവിടെ ചതുർഹസ്ത ശ്രീകൃഷ്ണ വിഗ്രഹം ഒരു ഉരുളിയിൽ അഥവാ വാർപ്പിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് മൂലമാണ് ക്ഷേത്രത്തിനും അത് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിനും തിരുവാർപ്പ് എന്ന പേരു വീണത്. പാണ്ഡവന്മാർക്ക് വനവാസകാലത്ത് ആരാധിക്കുന്നതിനായി ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ സമ്മാനിച്ചതാണ് ഈ വിഗ്രഹം എന്നാണ് വിശ്വാസം. വനവാസത്തിനൊടുവിൽ അജ്ഞാതവാസത്തിനായി തിരിക്കുന്നതിനു മുൻപ് ഇന്നത്തെ ചേർത്തല പ്രദേശത്ത് അധിവസിച്ചിരുന്ന ആളുകൾ ഈ വിഗ്രഹം പാണ്ഡവരോട് ആവശ്യപ്പെടുകയും വിഗ്രഹം അവർക്ക് ലഭിക്കുകയും ചെയ്തു. പക്ഷേ കുറച്ചു കാലത്തിനു ശേഷം പട്ടിണിയും പരിവട്ടവും മൂലം വിഗ്രഹത്തെ യഥാവിധി ആരാധിക്കുവാൻ സാധിക്കാതെ വന്ന ജനങ്ങൾ ആ വിഗ്രഹം സമുദ്രത്തിൽ ഉപേക്ഷിച്ചു. തുടർന്ന് കാലങ്ങൾക്കു ശേഷം ഒരു വള്ളത്തിൽ സമുദ്രയാത്ര ചെയ്യുകയായിരുന്ന വില്വമംഗലത്ത് സ്വാമിയാർക്ക് ഈ വിഗ്രഹം ലഭിച്ചു. അദ്ദേഹം വിഗ്രഹവുമായി ഇന്നത്തെ തിരുവാർപ്പ് പ്രദേശത്ത് എത്തുകയും ചെയ്തു. ഭയങ്കരമായ കാറ്റും കോളും കാരണം തൻ്റെ തുടർന്നുള്ള യാത്ര സാധിക്കാതെ വന്ന സ്വാമിയാർ വിഗ്രഹം അവിടെ കണ്ട ഒരു ഉരുളിക്കുള്ളിൽ സൂക്ഷിക്കുകയും ഒരു വിധത്തിൽ യാത്ര തുടരുകയും ചെയ്തു. പിന്നീട് തിരികെ വന്ന് ഉരുളിയിൽ വച്ചിരുന്ന വിഗ്രഹം വീണ്ടെടുക്കുവാൻ ശ്രമിച്ചപ്പോൾ അത് ഉരുളിയിൽ ഉറച്ചുപോയതായാണ് സ്വാമിയാർ കണ്ടത്. കുന്നൻകാരി മേനോൻ എന്നൊരാളുടെ ഭൂമിയും ഉരുളിയുമായിരുന്നു അത്. വിവരമറിഞ്ഞ മേനോൻ തന്റെ സ്ഥലവും ഉരുളിയും അമ്പല നിർമ്മാണത്തിനായി വിട്ടു നൽകുകയും മടപ്പറമ്പ് സ്വാമിയാർ എന്ന ഋഷിവര്യന്റെ സഹായത്തോടെ അമ്പലം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. എല്ലാ ദിവസവും രാവിലെ 2 മണിക്ക് തിരുവാർപ്പിൽ നട തുറക്കും. 3 മണിയോടെ പ്രത്യേകം തയ്യാറാക്കിയ ഉഷപ്പായസത്തിന്റെ നിവേദ്യവും ഭഗവാന് സമർപ്പിക്കും. തിരുവാർപ്പിൽ വാഴുന്ന ഭഗവാന് വിശപ്പ് സഹിക്കുവാൻ കഴിയില്ല എന്ന വിശ്വാസം മൂലമാണ് ഇത്ര നേരത്തെ നട തുറക്കുന്നത്. ഒട്ടേറെ പ്രത്യേകതകൾ ഇവിടുത്തെ ആചാര പദ്ധതികൾക്കുണ്ട്. വെളുപ്പിനെ 2 മണിക്ക് കൃത്യമായി നട തുറക്കണം എന്നതാണ് ഏറ്റവും പ്രധാനം. പണ്ട് ഇവിടുത്തെ പൂജാരിയെ സ്ഥാനമേൽപ്പിക്കുമ്പോൾ കയ്യിൽ ശ്രീകോവിലിന്റെ താക്കോലിനൊപ്പം ഒരു കോടാലി കൂടി നൽകുമായിരുന്നത്രേ. ഇനി അബദ്ധവശാൽ താക്കോൽ കൊണ്ട് നട തുറക്കുവാൻ കഴിയാതെ വന്നാൽ വാതിൽ വെട്ടിപ്പൊളിച്ച് അകത്തു കടക്കാനായിരുന്നു ഇത്. അത്രയ്ക്കും സമയം കൃത്യമാകണം. നട തുറന്നാൽ ആദ്യം അഭിഷേകം നടത്തി ഉടൻ നിവേദ്യം നടത്തുകയും വേണം. തിരുവാർപ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ആദ്യം നടത്തുന്ന നിവേദ്യം അമ്പലപ്പുഴ പാൽപ്പായസം പോലെ പ്രസിദ്ധമാണ്. ഉഷപ്പായസം എന്ന് പറയുമെങ്കിലും തിരുവാർപ്പിൽ ഉഷ എന്ന അപരനാമമാണ് ഏറെ പ്രസിദ്ധം. അരിയും ശർക്കരയും നെയ്യും കദളിപ്പഴവും നാളികേരവും ചേർത്താണ് ഉഷപ്പായസം ഉണ്ടാക്കുന്നത്. അഭിഷേകം കഴിഞ്ഞാൽ വിഗ്രഹത്തിന്റെ മുടി മാത്രം തോർത്തിയാൽ ഉടൻ തന്നെ ഈ പായസം നിവേദിക്കണമെന്നാണ് വ്യവസ്ഥ.